നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടശാങ്കടവും മാമ്പുള്ളിയിൽ പുഴ നികത്തുന്നത് അധികൃതർ തടഞ്ഞു. ചിറക്കൽ കമാൻഡ് മുഖത്ത് താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി. നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യാചന സമരം നടത്തി. വാർത്തകൾ വിശദമായി. കണ്ടശാങ്കടവ് മാമ്പുള്ളിയിൽ പുഴ നികത്തുന്നത് തടഞ്ഞു. മാമ്പുള്ളിയിൽ സ്വകാര്യ വ്യക്തി പുഴ നികത്തുന്നത് തടഞ്ഞ് തൃശൂർ താലൂക്ക് ഭൂരേഖ തഹസിൽദാർ ഉത്തരവിറക്കി. കാരമുക്ക് വില്ലേജ് പരിധിയിലെ പടിഞ്ഞാറ് ഭാഗത്ത് തളിക്കുളം സ്വദേശി പുഴ നികത്തി അനധികൃത നിർമ്മാണം നടത്തുന്നതാണ് തടഞ്ഞത്. വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുഴ നികത്തുന്നത് ചാവക്കാട് താലൂക്ക് തഹസിൽദാർ തടഞ്ഞിരുന്നു. പുഴ നികത്തുന്നതിനെതിരെ CPI കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയും KSKTU കാരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടന്നിരുന്നു. താന്യം പഞ്ചായത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു. 13 അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 6 LDF അംഗങ്ങളെ നേരത്തെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരുന്നു. ജിത സനൽ കൊളക്കാട്ടിൽ, സിൽജ ജോഷി, BA രേവതി, സജിത ബൈജു, രാമചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, KA അജ്മൽ എന്നിവരെയാണ് നേരത്തെ തെരഞ്ഞെടുത്തത്. ശേഷിച്ച 7 പേരെ തെരഞ്ഞെടുക്കാനാണ് വോട്ടിംഗ് നടന്നത്. അതിൽ VA ഗിരീഷ്, KR പ്രദീപ്, PR ഷിനോയ്, AK രാജൻ, VV രാകേഷ്, KM സിറാജ്, KG സജിത്ത് എന്നീ LDF അംഗങ്ങൾ 2500-ൽ അധികം വോട്ടിനാണ് തെരഞ്ഞെടുത്തത്. കിഴുപ്പള്ളിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 13,154 വോട്ടർമാരിൽ 3,135 പേരാണ് വോട്ട് ചെയ്തത്. ജൂനിയർ ഇൻസ്പെക്ടർ KP പുഷ്പലത വരണാധികാരിയായിരുന്നു. കരുവന്നൂർ പുഴയെയും ഹെർബർട്ട് കനാലിനെയും ബന്ധിപ്പിക്കുന്ന കമാൻഡ് മുഖത്ത് താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി. മുള കെട്ടുന്ന പണിയാണ് തുടങ്ങിയത്. ശേഷം തെങ്ങിൻ്റെ തടികൾ കുഴിച്ചിട്ട് പനമ്പ് കെട്ടി മണ്ണ് നിറയ്ക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്ന് പണിയുടെ ചുമതലയുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഈയിടെ കമാൻഡ് മുഖം തകർന്നതിനെ തുടർന്ന് പുഴയിൽ നിന്നും വൻതോതിൽ വെള്ളമൊഴുകി 6 പഞ്ചായത്തുകളിലായി 2000-ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു. വൻതോതിൽ വാഴകൃഷിയും നശിച്ചു. 2000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. നിലവിൽ കനാലിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകുകയാണ്. ഇനി മഴ ശക്തി പ്രാപിച്ച് പുഴയിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വെള്ളം പുഴയിലേക്ക് തിരിച്ചൊഴുകാൻ തടയണയിൽ സംവിധാനം ഒരുക്കുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. തൃപ്രയാർ പാലത്തിൽ വൃദ്ധനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 72 വയസ്സുള്ള കാട്ടൂർ സ്വദേശി ചള്ളിയിൽ ഗോപിയെയാണ് ഞായറാഴ്ച രാവിലെ തൃപ്രയാർ പാലത്തിൻ്റെ കൈവരിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. വലപ്പാട് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ബാബാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെൻ്ററും തൃശൂർ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ചെമ്മാപ്പള്ളി AIP സ്കൂളിൽ നടന്ന ചടങ്ങിൽ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് TG അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി P ഹരീഷ്, അശ്വിനി ഹോസ്പിറ്റൽ ഡയറക്ടർ നാസർ, ഫാത്തിമ ഐ കെയർ കോർഡിനേറ്റർ പ്രസി, കോർഡിനേറ്റർ രാജേഷ് KS തുടങ്ങിയവർ സംസാരിച്ചു. നേത്ര സർജറി ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കും എന്നും തുടർ ചികിത്സ വേണ്ടവർക്ക് പ്രത്യേകമായ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ്ബ് അംഗങ്ങളായ ജാൻസി EP, ചന്ദ്രൻ കൂട്ടാല, ശിവപ്രസാദ്, അതുൽ, സിനു, ശരത്, മനോമോഹൻ, സ്മിത രഘു, ഷീജ ഹരീഷ്, ശ്രുതി, ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായ വൈറസുകളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. ആ വൈറസുകൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള ക്യാൻസർ പോലുള്ള കാര്യങ്ങൾക്ക് മാറുന്നൊരു ഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അശ്വിനി ഹോസ്പിറ്റലും മെഡിക്കൽ സെൻ്ററും കൂടി ഒരു പഠനം നടത്തിയപ്പോൾ
സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അത് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആദ്യ കാലങ്ങളിൽ പറയും ലിവർ സിറോസിസ് ശരിക്കും വരിക മദ്യപാനികൾക്കാണ് എന്നാണെന്നുള്ളൊരു തെറ്റായ ധാരണ സമൂഹത്തിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയില്ല. ഈ അടുത്ത കാലത്ത് ഒരു 3 മാസത്തെ ഞങ്ങളൊരു പഠനം ഡോക്ടർമാർ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ 50-55 വയസ്സ് മുതൽ ഒരു 65 വയസ്സുള്ള സ്ത്രീകളിലാണ് ലിവർ സിറോസിസിന്റെ ഫാറ്റി ലിവർ അടിഞ്ഞുകൂടിയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിമ്പ്രം ഹൈസ്കൂളിലെ SSLC കൂട്ടായ്മ നൊസ്റ്റാൾജിയ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും കഴിമ്പ്രം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂട്ടായ്മ അംഗമായിരുന്ന അന്തരിച്ച VK കൃഷ്ണകുമാറിൻ്റെ സ്മരണാർത്ഥമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഫാത്തിമ സലീം അധ്യക്ഷയായി. KV മോഹനൻ മാസ്റ്റർ, CK വത്സല ടീച്ചർ, IV രാജീവ്, VM ഷഫീഖ് അലി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അഞ്ജു വിനായക്, ഡോക്ടർ KS ഐശ്വര്യ എന്നിവർ രോഗികളെ പരിശോധന നടത്തി. ഔഷധ വിതരണം, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ പരിശോധനയും ഉണ്ടായി. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലും ഇത്രയധികം വിഷമ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പൊ അടുത്തിടെ ഉണ്ടായ വയനാട് ദുരന്തത്തിൽ അതിനേക്കാൾ ഏറെ ജീവനാണ് പൊലിഞ്ഞു പോയത്. ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോയി ഒട്ടേറെ പേര് നമുക്ക് അവിടെ മൃതശരീരങ്ങൾ കണ്ടെത്താനും കുറേയേറെ ഭാഗികമായും ഇനിയും അവശേഷിക്കുന്ന കണ്ടെത്താനുള്ള എന്തെന്നറിയാത്ത രീതിയിൽ അവശേഷിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് സർക്കാർ ഈ വേളയിൽ അനുശാസിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലും അതുപോലെ തന്നെ വാടാനപ്പള്ളി ഇസ്ര കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ചരിത്ര സംഭവങ്ങളെയും സ്മരിച്ചു. വാടാനപ്പള്ളി സെൻട്രൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇസ്ര വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് മൗറൂഫ് അബ്ദുള്ള പുത്തനങ്ങാടി, യൂണിയൻ സെക്രട്ടറി മുഹമ്മദ് ഷാമിൽ അസൈനാർ കാരിക്കുളം എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫ്രീഡം വാൾ ആകർഷകമായി. നാം ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ വാനമ്പാടികളാണ്. ഏ ഗുൽ സിത്താൻ ഹമാര, ഈ പൂന്തോപ്പ് നമ്മുടേതാണ്. മദ്ഹബ് നഹീ സിക്കാത്ത, ഈ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നില്ല. ആപസ്മേ വേറെ രക്ന, പരസ്പരം വിദ്വേഷം വെക്കാനും പരസ്പരം കലയിക്കാനും അന്യന്റെ രക്തത്തിന് വില നൽകാതെ തെരുവിലിട്ട് ആക്രമിക്കുന്നതിനും തെരുവിൽ പിച്ചു ചീന്തുന്നതിനും കുടുംബത്തിൽ കയറി അക്രമം കാണിക്കുന്നതിനും ഒന്നും ഒരു പ്രത്യയശാസ്ത്രവും ഒരു മതവും ഒരു ധാർമ്മികതയും. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയ മെഡിക്കൽസിൻ്റെയും വാസൻ ഐ കെയറിൻ്റെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുമിത സജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കബീർ കയ്യാലാസ്, TU സുഭാഷ് ചന്ദ്രൻ, PK ഉന്മേഷ്, ജയപ്രകാശൻ പുളിക്കൽ, രാധ സുഭാഷ്, PS സുൽഫിക്കർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, വാസൻ കോഴിപ്പറമ്പിൽ, MA മുഹമ്മദ് ഷഹബു, തസ്നി ശിഹാബ്, MK ബഷീർ, മദനൻ വാലത്ത്, AC പ്രസന്നൻ, N മദനമോഹനൻ, AP ബിനോയ്, കാസിം അരവശ്ശേരി, PM മൂസ, ജാനകി മേലടത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഹയ മെഡിക്കൽ മാനേജർ ശിഹാബ് കറപ്പംവീട്ടിൽ നന്ദി പറഞ്ഞു. കണ്ണ് പരിശോധന, ജനറൽ പരിശോധന, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ECG പരിശോധനയും മരുന്നും സൗജന്യമായി നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത നിർധനരായ 10 പേർക്ക് തുടർ ചികിത്സ 1 വർഷം ഹയ മെഡിക്കൽസിലൂടെ സൗജന്യമായി നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇടവേള. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555.
അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കാർഷിക വികസന സമിതിയുടെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM നിസാർ, ജനപ്രതിനിധികളായ ഇബ്രാഹിം പടുവിങ്ങൽ, രന്യ ബിനീഷ്, സബിത്ത്, സുലേഖ, ജമാലു, വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ, ബിജു മണ്ണാത്തിയടി, കൃഷി ഓഫീസർ നീനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ നൂറ്റാണ്ടിൽ കാണാത്ത മഹാപ്രളയം എന്നതാണ്. ഈ നൂറ്റാണ്ടിൽ ഉണ്ടായ പ്രളയം 99, ഒരു വർഷം 99, 1999 ഏകദേശം 100, അന്നത്തെ 90 വർഷത്തിന് മുമ്പുള്ള ആ ദുരന്തം അല്ലെങ്കിൽ ആ പ്രളയം കണ്ടതിൽ നിന്നാലും ജീവിച്ചിരിക്കുന്നത് 100 വർഷമായി. 1200 ഈ വർഷം. അപ്പോൾ 99 വർഷങ്ങളിൽ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ ആ ദുരന്തം ഓർമ്മ ഉണ്ടാവണമെങ്കിൽ പിന്നീട് 105 വയസ്സിലുള്ള ഒരാളാണ്. കാരണം ആ പുറത്ത് നടക്കുമ്പോൾ 5 വയസ്സിലുള്ള കുട്ടികളെ ആ നടന്നതിനൊരു ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആരും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പം അതിന് ഇപ്പോൾ ആ ദുരന്തമുണ്ടായ കാലഘട്ടം ഉണ്ടായപ്പോൾ കേരളത്തിൽ വളരെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി. അത് അന്നത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തോട്ടം മേഖല, നിരവധി.
നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അന്തിക്കാട് നടയിൽ യാചനാ സമരം നടത്തി. പഞ്ഞക്കർക്കിടകത്തിന് ശേഷം എത്തിയ പൊന്നിൻ ചിങ്ങം സമൃദ്ധിയുടെ മാസമാണെങ്കിലും കർഷകന് പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി NS അയൂബ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൽ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിക്ക് ഒരു മന്ത്രിയും 2 നിയമസഭാംഗങ്ങളും അന്തിക്കാട്ടുകാരായി ഉണ്ടെങ്കിലും നെല്ലിൻ്റെ സംഭരണ വിലയ്ക്കായി സർക്കാരിൻ്റെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട്ടെ കർഷകരെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ, മുൻ മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ E രമേശൻ, രഘു നല്ലയിൽ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യുദ്ധകൃഷ്ണൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, ഹൗസിംഗ് ബോർഡ് പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ്, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. അശ്വിൻ ആലപ്പുഴ, അന്തിക്കാട് സതീശൻ, ബാലഗോപാൽ നല്ലയിൽ, ജോജോ മാളിയേക്കൽ, U നാരായണൻകുട്ടി, ഷാനവാസ് അന്തിക്കാട്, ശ്രീജിത്ത് പുനപ്പുള്ളി, രാമചന്ദ്രൻ പണ്ടാറ എന്നിവർ നേതൃത്വം നൽകി. വയനാടിനൊരു കൈത്താങ്ങ് ഞങ്ങളുടെ കൂടെ വാടാനപ്പള്ളി കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് സമാഹരിച്ച ആദ്യഘട്ട തുകയായ 1,68,240 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസിക്ക് കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി കൈമാറി. ചടങ്ങിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബീദ്, വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ്, ബേബി രതീഷ് എന്നിവർ പങ്കെടുത്തു. 300-ൽ താഴെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അവരെ മുഴുവനും വിളിച്ച് പണം സമാഹരിച്ച് ഒരു വലിയ തുക 2 ലക്ഷത്തിൽ താഴെയുള്ളൊരു തുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷം. CDSന് അഭിനന്ദനങ്ങൾ പറയുകയാണ്. കോസ്റ്റൽ റീജൻസി ക്ലബിൻ്റെ വാർഷിക പൊതുയോഗം നടത്തി സ്ഥാപക പ്രസിഡന്റ് ജെയ്സൺ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിനോ പൊയ്യാറ അധ്യക്ഷനായി. KC ബൈജു, പ്രഭാതചന്ദ്രൻ, PS സുബ്രഹ്മണ്യൻ, PN സുജിത്, AA ആന്റണി, AP രഞ്ജിത്ത്, അഡ്വക്കേറ്റ് CV വിശ്വേഷ്, KJ സാനി എന്നിവർ സംസാരിച്ചു. റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലെയല്ല ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റിനും റിലാക്സേഷനും അല്ലെങ്കിൽ റിട്ടയർഡ് ലൈഫിനും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ഓട്ടത്തിൽ അന്ന് ഈവനിങ്ങിൽ കൂടി സൗഹൃദം പങ്കിടാനൊക്കെയുള്ള ഒരു വേദിയായിട്ട് കാണാനായിട്ടുള്ള ഒരു സംരംഭമാണ് ഞാൻ വിഭാവനം ചെയ്തത്. അതിനൊപ്പമാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ വിഷനിലേക്ക് എത്താനായിട്ട് ഇനിയും ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ കൂട്ടായ പ്രയത്നമാണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ബൈലോ എന്ന് പറയുന്ന സംഭവം വലിയൊരു കാര്യമാണ്. അത് ക്ലബിൻ്റെ ബൈലോ ആയിട്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബൈലോ ഉണ്ടാക്കിയില്ലായിരുന്നു. ആ ബൈലോ അനുസരിച്ച് ഈ സംഭവം രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രാർ സമ്മതിച്ചില്ല. രജിസ്ട്രാറിന്റെ ഉപദേശം അനുസരിച്ച് രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അതായത് ഇത് രജിസ്റ്റർ ചെയ്യുകയും ജനറൽ ബോഡി കൂടി നിങ്ങളുടെ ബൈലോ അമ്മൻ്റെ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഈ സ്ഥലം മേടിക്കുന്നത് തിക്കും തിരക്കും കാരണം അതിലേക്ക് ആയില്ല. പിന്നെ നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ യോഗം നടന്നു. PTA പ്രസിഡന്റ് CS മണി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രിയ, പ്രധാനാധ്യാപിക ഷെരീഫ, RM മനാഫ്, ചെയർമാൻ ഗണേശൻ, SMC ചെയർമാൻ മഹേഷ് നായരുശ്ശേരി, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഭാരവാഹികളായി PK രാഹുലൻ, PC ജയപാലൻ, മോഹിനി ഭാസ്കരൻ, RM മനാഫ്, VV പ്രദീപ്, സുകന്യ ടീച്ചർ, KV ഗോപാലകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ സ്കൂളുണ്ടായതിൻ്റെ LP ആയാലും ഹൈസ്കൂൾ ആയാലും ഉണ്ടായതിൻ്റെ ചരിത്രവും കാര്യങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ തന്നെയാണ് നമുക്ക് ഈ സ്കൂളുണ്ടാക്കി. അവരോടെങ്കിലും ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കുക. അന്ന് കാരണന്മാർ നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഉണ്ടാക്കിയത്. ആ സ്കൂൾ നിലനിർത്തേണ്ടതും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തുന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം കൂടി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ സ്വയം മനസ്സിട്ട് ഇറങ്ങി വരുന്ന ആളുകൾ വരണം, അതിനുവേണ്ടി തയ്യാറാവണം. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ 1952 SSLC ബാച്ചായ ജയമോഹിനി 82ൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടന്നു. ചന്ദ്രാപിനി തഷ്നാത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വാർഷികാഘോഷം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ 2022 2023 2024 2025 2026 2027 2028 2029 2030 2031 2032 2033 2034 2035 2036 2037 2038 2039 2040 2041 2042 2043 2044 2045 2046 2047 2048 2049 2050 2051 2052 2053 2054 2055 2056 2057 2058 2059 2060 2061 2062 2063 2064 2065 2066 2067 2068 2069 2070 2071 2072 2073 2074 2075 2076 2077 2078 2079 2080 2081 2082 2083 2084 2085 2086 2087 2088 2089 2090 2091 2092 2093 2094 2095 2096 2097 2098 2099 2000 2001 2002 2003 2004 2005 2006 2007 2008 2009 2010 2011 2012 2013 2014 2015 2016 2017 2018 2019 2020 2021 2022 2023 2024 2025 2026 2027 2028 2029 2030 2031 2032 2034 2035 2036 2037 2038 2039 2040 2041 2042 2043 2044 2045
ഹൈസ്കൂളിൽ ഞങ്ങളെല്ലാവരും 82-ൽ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഞങ്ങൾ അത് ഉണ്ടാക്കിയതിന് ശേഷം മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രോഗ്രാം നടത്താറുണ്ട്. ഇപ്പം അതിൻ്റെ 1ാം വാർഷികമായിരിക്കുകയാണ്. ആ 1ാം വാർഷികം ഞങ്ങളെല്ലാവരും തന്നെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു വേളയാണെന്ന് തീർച്ചയായും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് പാട്ടുകാർ. സെക്രട്ടറി പ്രനിൽ, ട്രഷറർ പ്രചോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് മെമ്പർമാരുടെ കലാപരിപാടികളും അരങ്ങേറി. വാടനപ്പള്ളി കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്യാമ്പ് നടത്തി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അഗതിരഹിത ഗുണഭോക്താക്കൾക്കുമായാണ് EMS ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാടനപ്പള്ളി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM നിസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. നേതൃനേതാക്കൾക്കുണ്ട്. അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ചുമതല അല്ലെങ്കിൽ കർത്തവ്യം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനുള്ള, നിങ്ങളെ താങ്ങി നിർത്താനുള്ള ഒരു നേതൃത്വ നിര തന്നെ ഇവിടെയുണ്ട്. ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇത് നമ്മുടെ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഓരോ പാർശ്വവൽക്കരിക്കപ്പെട്ടെന്നൊക്കെ പറയും, അങ്ങനെ അരിക്ക് ചേർത്ത് നിർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാം, അത് തൊഴിലുറപ്പ് തൊഴിലാളി, അത് ഹരിതകർമ്മസേന. അങ്ങനെയല്ലാതെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സേന തന്നെയാണ്. തളിക്കുളം നാദാജി നഗറിൽ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ അബൂബക്കർ മകൻ ബഷീർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. അർബുദ രോഗിയായിരുന്ന ബഷീറിനെ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിൽ സ്കൈലൈൻ ഗ്രൂപ്പ് കഴിഞ്ഞ ജൂൺ 19-ന് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു. നബീസയാണ് ഉമ്മ. ഭാര്യ സൽബു, അജ്മൽ, മിദ്ലാജ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടശാങ്കടവും മാമ്പുള്ളിയിൽ പുഴ നികത്തുന്നത് അധികൃതർ തടഞ്ഞു. ചിറക്കൽ കമാൻഡ് മുഖത്ത് താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി. നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യാചന സമരം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.